ഷെയ്ൻ നിഗം നായകനായി പുറത്തിറങ്ങാനിരിക്കുന്ന ഹാൽ എന്ന സിനിമ റിലീസിന് മുന്നേ വലിയ ചർച്ചയാവുകയാണ്. ഈ സിനിമയുടെ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സെൻസർ ബോർഡിൻ്റെ ചില നിർദ്ദേശങ്ങളാണ് ഈ സിനിമയെ ചർച്ചയാക്കിയത്. അപ്പോൾ എന്നോടൊപ്പം ഹാൽ സിനിമയുടെ സംവിധായകൻ റഫീഖ് വീരയാണ് ചേരുന്നത്. ഹാൽ എന്ന സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കോടതി കയറി നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതിയിലാണ് ഞങ്ങൾ പ്രതീക്ഷ. ബഹുമാനപ്പെട്ട കോടതി ജസ്റ്റിസ് പടം കാണാമെന്ന് പറയും. അത് കണ്ടിട്ട് നീതിപൂർവമായിട്ടുള്ളൊരു തീരുമാനം എത്തുമെന്നാണ് ഞങ്ങളും ബാക്കി അണിയറ പ്രവർത്തകരും പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത്. വളരെ നല്ല മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു ലവ് സ്റ്റോറിയാണ്. ഇവരൊക്കെ പുറത്ത് പറയുന്ന പോലെ ഒരു മതവികാരം വ്രണപ്പെടുത്തുന്നതോ ഒരു മതത്തെ മോശമാക്കി പറയുന്നതോ ഒരു ദേശത്തെയോ ഒരു ആചാരത്തെയോ ഒന്നും മോശമാക്കി പറയുന്ന ഒരു സിനിമയല്ല. വളരെ നല്ല ലവ് സ്റ്റോറിയാണ്. വളരെ നന്നായിട്ട് നല്ലൊരു മെസ്സേജ് വളർന്നു വരുന്ന യുവ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു സിനിമയാണ്. അതിനെയാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചിട്ടുള്ളത്. എന്തു തന്നെ ആയാലും നാളെ ബഹുമാനപ്പെട്ട കോടതി നമുക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു വിധി നാളെ കണ്ടതിന് ശേഷം അടുത്ത ദിവസങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പം സെൻസർ ബോർഡിൻ്റെ ചില നിർദ്ദേശങ്ങളാണ് ഇത് ഈ കോടതിയിലേക്ക് എത്തിച്ചത്. എന്താണ് സെൻസർ ബോർഡ് പറയുന്നത്? ഈ സീനുകൾ കട്ട് ചെയ്യാനാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും വാക്കുകൾ കട്ട് ചെയ്യാനാണ്? എന്താണ് എക്സാക്ട് സംഭവം? എന്താ ആദ്യം സെൻസർ ബോർഡിൻ്റെ പ്രവൃത്തി തിരുവനന്തപുരത്ത് ചെറിയ ചെറിയ സജഷൻസ് നടന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരെ മുംബൈയിലോട്ട് ട്രാൻസ്ഫറായി റിവ്യൂ കമ്മിറ്റിക്ക്. ആ റിവ്യൂ കമ്മിറ്റിയാണ് ഒരുപാട് സീനുകളും ഗണപതി വട്ടം, ലൈക്ക് രാഗി, ബീഫ് കഴിക്കുന്നത്, പിന്നെ താമരശ്ശേരി ബിഷപ്പിൻ്റെ കൺസേൺ ലെറ്റർ, അങ്ങനെ അത് പറഞ്ഞു. അതിൽ നിലനിൽക്കുമ്പോഴാണ് ഏത് വിഭാഗമാണ്, അല്ലെങ്കിൽ ആരാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് കൂടി ചേർന്ന് വെച്ചെങ്കിൽ അവർക്കൊരു ശക്തി കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തൊരു വിഭാഗത്തെയും കൂട്ടുപിടിച്ചു. ഇപ്പോൾ സെൻസർ ബോർഡ് മാത്രമല്ല, ഇപ്പോൾ താമരശ്ശേരി ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ പിന്നെ കത്തോലിക്ക കോൺഗ്രസ് അവരും കക്ഷി ചേർന്നിട്ടുണ്ട്. അവരും നാളെ പടം കാണാൻ അതിൻ്റെ പ്രതിനിധികളുണ്ട്. എല്ലാവരും കൂടി തീരുമാനിക്കട്ടെ നല്ലൊരു സിനിമ ഇറങ്ങണമെന്ന്. ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് കട്ട് ചെയ്യാനായിരുന്നോ ഈ മുംബൈയിൽ നിന്നുള്ള നിർദ്ദേശം, ഈ സെൻസർ ബോർഡിൻ്റെ നിർദ്ദേശം? അതായത് ഈ പറഞ്ഞ പോലെ ബീഫ് കഴിക്കുന്നത് അതല്ലാതെ മറ്റെന്തെങ്കിലും വാക്കുകളുണ്ടോ? പൊളിറ്റിക്സ് വരുന്നുണ്ടോ ഈ സിനിമയിൽ? പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില വാക്കുകൾ യഥാർത്ഥത്തിൽ പൊളിറ്റിക്സ് എല്ലായിടത്തും പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സിലാണല്ലോ മൊത്തം നിലനിൽക്കുന്നത്. പക്ഷെ ചില പൊളിറ്റിക്സ് നമുക്ക് പറയാൻ പാടില്ല എന്നും ചിലത് പറയാമെന്നാണ് ഇപ്പോഴത്തെ നിബന്ധന. അത് ആണ് സെൻസർ ബോർഡ് ഏറ്റെടുത്തിരിക്കുന്നത്. ശരിക്കും സെൻസർ ബോർഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു ബോർഡ് ശരിക്കും ആവശ്യകതയില്ല. കാരണം എല്ലാം വിരൽത്തുമ്പിൽ കിട്ടും. നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ന്യൂഡിറ്റി, ചിന്തിക്കാത്ത രീതിയിലുള്ള ബ്രുട്ടാലിറ്റി, വയലൻസ് എല്ലാം വിരൽത്തുമ്പിൽ കിട്ടും. നമ്മളൊരു ഒരു തിയേറ്ററോ ഒരു ടി വിയോ നമ്മൾ റെസ്ട്രിക്ഷൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇന്ന് മൊബൈലിലെല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ ഒരു കാര്യം മാത്രം നമുക്ക് പറയാൻ പറ്റില്ല എന്ന് വെക്കുന്നത് അവർ പേടിക്കുന്ന എന്തൊക്കെ മെസ്സേജുകളാണ്. അത് നമ്മൾ ഒരു രാഷ്ട്രീയമായിട്ട് പറഞ്ഞതല്ല. നല്ലത് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പം നമ്മൾ പറയാൻ പോകുന്ന മെസ്സേജ് സമൂഹത്തിനാണ്, വിഭാഗത്തിനല്ല. അപ്പോൾ സമൂഹത്തിന് വേണ്ടി പറയുമ്പോൾ ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെടുന്നില്ല. അത്രയാണ് രാഷ്ട്രീയമായിട്ട് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞോ ഈ ബീഫ് കഴിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം എത്ര സീനുകൾ അതുപോലെ വെട്ടാൻ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നതെന്ന് ഇപ്പം വെളിപ്പെടുത്താൻ പറ്റും? പ്രധാനമായിട്ട് 18ഓളം സീനുകളായിരുന്നു. അതിൽ ബീഫ് കഴിക്കുന്നത്, ഞാൻ പറഞ്ഞ പോലെ ബീഫ് കഴിക്കുന്ന രംഗം, രാഗി ഉപയോഗിക്കുന്നത്, പിന്നെ ഗണപതി വട്ടം എന്ന് യൂസ് ചെയ്യുന്നത്, അങ്ങനെ പിന്നെ പർദ്ദയിടുന്നൊരു ഭാഗം, നായിക പർദ്ദയിടുന്നൊരു ഭാഗം, അവളുടെ ഐഡൻറ്റിറ്റി മറക്കുന്ന ഡ്രസ്സാണ് പർദ്ദ, അതുകൊണ്ട് അത് മാറ്റണം എന്നുള്ളത്, അങ്ങനെ ഒരുപാട് ഭാഗം. ഞാൻ ചൊല്ലേക്ക് ഇപ്പോൾ നമ്മളെ സിനിമ മാത്രമല്ല ഇറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ഓരോ വർഷം 200ഓളം സിനിമ, 200-220ഓളം സിനിമ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത്രയും സിനിമകൾ ഇറങ്ങുമ്പോൾ ആ സിനിമകളൊക്കെ ഈ പറയുന്നത് പാലിച്ച് ഇറങ്ങുന്ന സിനിമകളൊന്നുമല്ല. നമുക്ക് അറിയില്ല നമ്മളെ സിനിമക്ക് മാത്രം എന്താ വിഷയം എന്നുള്ളത്. അപ്പോൾ എല്ലാ സിനിമകളും ഒരു വില്ലൻ ക്യാരക്ടർ ഒരു വിഭാഗത്തിൻ്റെ ആയിരിക്കാം, നായകൻ ക്യാരക്ടർ വേറൊരു വിഭാഗത്തിൻ്റെ ആയിരിക്കാം. അയച്ചിട്ട് വില്ലൻ ക്യാരക്ടർ വന്നിട്ട് ഇവിടെ കേസ് കൊടുക്കാറുണ്ടോ? ആ മതവിഭാഗക്കാർ വന്ന് കേസ് കൊടുക്കാറുണ്ടോ? ഇല്ല. പക്ഷേ ഈ സിനിമക്ക് മാത്രം എന്താ ഇങ്ങനെ ചോദിക്കുമ്പോൾ
അതുവരല്ല. അതിനാണ് ബഹുമാനപ്പെട്ട കോടതിയെ ഞങ്ങൾ സമീപിച്ചത്. ഇപ്പോൾ ഈ ഇത്രയും കട്ട് വരുമ്പം സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് അത് ഇല്ലാതാവുമോ, അല്ലെങ്കിൽ ഈ ഡ്യൂറേഷനിൽ വലിയ വ്യത്യാസം വരുമോ? അല്ല, കട്ട് ഇത്രയും കട്ട് പോയിട്ട് 1-2 കട്ടാണെങ്കിൽ പോലും നമുക്ക് അനുവദിക്കാം. കാരണം സിനിമ ഒരു പാക്കഡ് ഒരു സംഭവമാണ്. അത് നമ്മൾ അവസാന നിമിഷത്തിൽ കട്ട് ചെയ്യുമ്പോൾ അതിന് കണ്ടിന്യൂറ്റിനെ ബാധിക്കും, അതിൻ്റെ ആസ്വാദന രീതിയെ ബാധിക്കും, അത് നമ്മൾ അവതരണ രീതിയെ ബാധിക്കും. പിന്നെ അതിൻ്റെ അവതരണത്തിൻ്റെ ആ ഒരു സുഗമമായ ഒരു കാഴ്ചാനുഭൂതിയിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമയായിരിക്കും. എന്താണ് സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് പോലും മനസ്സിലാവില്ല. ചെറിയൊരു സംഭവം പാളിയാൽ പോലും എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പോലും മനസ്സിലാവില്ല. ഇതിപ്പം നേരത്തെ റിലീസ് തീരുമാനിച്ചിരുന്നോ? ഈ വിവാദങ്ങൾക്ക് മുമ്പ് റിലീസ് ഡേറ്റ് തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ കോടതിയായിരിക്കും തീരുമാനിക്കുക. എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്? ഞങ്ങൾ 3 ഡേറ്റ്, സെപ്റ്റംബർ 12, 19 കഴിഞ്ഞ് 24, ഒക്ടോബർ 10, അങ്ങനെ 3-4 ഡേറ്റുകൾ തീരുമാനിച്ച് അതിനനുസരിച്ച് ഫ്ലക്സുകളൊക്കെ അടിക്കലും ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ പോസ്റ്ററുകളൊക്കെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അത് മലയാള സിനിമയിൽ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒരു സിനിമ ഷൂട്ട് തുടങ്ങുമ്പോൾ തന്നെ അത് ഓണം റിലീസ്, പെരുന്നാൾ റിലീസ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. ഇനിയേ പറ്റില്ല. ഇനി ഷൂട്ട് കഴിഞ്ഞ് സെൻസർ ബോർഡ് കഴിഞ്ഞ് ഇപ്പോൾ കോടതി ഇത് തുടർക്കഥ ആയിക്കൊണ്ടിരിക്കുന്നു. മറ്റത് ഒരു 10 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന സംഭവമായിരിക്കും സിനിമ സെൻസറിയുമായിട്ട് കോടതി കയറുന്നത്. ഇപ്പോൾ ഇത് കഴിഞ്ഞ ഓരോ പെർ മന്ത് തുടങ്ങി. ഇനി ഒരു മന്തിൽ 2-3 ആയിരിക്കും. അങ്ങനെ കോടതിയിൽ അതിൻ്റെ ഒരു സ്ഥിരമായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ മനസ്സിലാകുന്ന ഒരു അത്യാവശ്യം ബജറ്റ് വരുന്നൊരു സിനിമയാണ്. ഇതിപ്പോൾ ഈ ഒരു ഡിലേ കൂടി വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്നുണ്ടോ? അല്ല, സാമ്പത്തിക ബാധ്യത എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് അത് അവർക്ക് ഓക്കെയാണ്. സാമ്പത്തിക ബാധ്യത തന്നെ. കാരണം നമ്മളൊരു സിനിമ എന്ന് പറഞ്ഞാൽ 10-20 കോടി 18 കോടിയോളം മുടക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മാക്സിമം ഒരു വർഷത്തെങ്കിലും അത് റിട്ടേൺ കിട്ടണം. സിനിമ ഇറങ്ങി ഫസ്റ്റ് ഷോ കഴിഞ്ഞാലാണ് വിജയിക്കുമോ തോൽക്കുമോ എന്നുള്ള അറിയുള്ളൂ. വിജയിച്ചാൽ പോലും അത് കിട്ടണമെങ്കിൽ വീണ്ടും 3-4 മാസം പിടിക്കും. അതിപ്പോൾ ഒരു കാരണവുമില്ലാതെ വീണ്ടും 4-5 മാസം കൂടി ഇത് ഈ പ്രശ്നങ്ങൾ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നായകനായിട്ട് എത്തുന്ന ഷൈനാണ്. ഷൈൻ നികത്ത് ഈ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡ് എന്താണ് വിഷയത്തിൽ? അദ്ദേഹം ഭയങ്കര നിരാശയിലും വിഷമത്തിലൊക്കെയാണ്. കാരണം അദ്ദേഹമാണല്ലോ മെയിൻ നടൻ. അദ്ദേഹത്തിനും ഇതിറങ്ങിയിട്ടുള്ള സിനിമാ നടന്മാരുടെ മൂല്യനിർണ്ണയം, അവരുടെ താരനിർണ്ണയം, അവർക്ക് ഇതിലുള്ള സാറ്റലൈറ്റ് ബിസിനസ്സുകൾ, OTT, അവർക്ക് ഒരു ഹീറോയുടെ കെയർ ഓഫിൽ അല്ലെങ്കിൽ ഒരു ഹീറോ കേന്ദ്രീകരിച്ച് വരുന്ന ബിസിനസ്സുകളൊക്കെ അവരുടെ സമീപകാലങ്ങളിൽ ഇറങ്ങുന്ന സിനിമകൾക്ക് അനുസരിച്ചായിരിക്കും. അപ്പോൾ ഒരു പടം ഇറങ്ങി ഇപ്പോൾ വിജയിച്ചു. അപ്പോൾ അടുത്തും കൂടി വിജയിച്ച അവൻ്റെ കരിയറിൽ അത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നൊരു സംഭവം. അങ്ങനത്തെ സിനിമ മുടങ്ങി കിടക്കുന്ന അദ്ദേഹം വേറെ സിനിമ ചെയ്യാതെ ഇരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി. നേരത്തെ പറഞ്ഞു കാത്തോലിക്ക കോൺഗ്രസ് ഇതിനെതിരെ ഒരു വിഷയം ഉയർത്തിയിട്ടുണ്ട്, പരാതിയുമായിട്ട് രംഗത്ത്. അവർ പേഴ്സണലി സംസാരിക്കുകയോ പരാതി അറിയിക്കുകയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഇല്ല. അവരായിട്ട് പേഴ്സണലി സംസാരിക്കാൻ വേറെ ആൾക്കാർ സെൻസർ ബോർഡിലും പുറത്തൊക്കെ ഉണ്ട്. നമ്മളായിട്ട് ഒരു പേഴ്സണലി സംസാരിക്കേണ്ട ആവശ്യമില്ല. അവർ സിനിമ ഇറങ്ങിയിട്ട് ആർക്കും ആരോപണം ഉന്നയിക്കാം, പക്ഷേ സിനിമ ഇറങ്ങണം. ഞങ്ങൾ പറയുന്നത് അവർ എവിടുന്ന് കണ്ടു സിനിമ, അവർക്ക് എവിടുന്ന് അറിയാൻ കഥ. അപ്പോൾ അതൊരു ഗൂഢാലോചന സെൻസർ ബോർഡുമായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി ആൾക്കാരുമായിട്ടോ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ കോടതി പോയിട്ടുള്ളത്. അവർക്ക് ഇത്തരം സൂചനകൾ എവിടെ ഈ ട്രെയിലറിൽ നിന്നൊന്നും കിട്ടില്ല, ട്രെയിലറെന്നോ ടീസറിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അവർ റിലവൻ്റ് സോഴ്സ് എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് വ്യക്തമായ മാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ വ്യക്തമായ ഒരു വ്യക്തിയിൽ നിന്ന് അവരറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി, ഈ സെൻസർ ബോർഡിനപ്പുറത്തേക്ക് ഒരു തേർഡ് പാർട്ടി ഈ സിനിമയുടെ കണ്ടന്റ് അറിയുന്നത് ഒരു വിശ്വാസ്യതാ പ്രശ്നം കൂടി വരുത്തുന്നു. അത് ശരിയാണ്. അത് ഞങ്ങൾ കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം തേർഡ് പാർട്ടി കണ്ടന്റ് അറിയാൻ പാടില്ല. ഈ കണ്ടന്റ് അറിയൽ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തും, ഇപ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ചോ നിങ്ങളെ ചാനലിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ ആരിനെ കുറിച്ചോ മോശമായി പറയണമെങ്കിൽ നിങ്ങൾക്ക് ആ ടൈം ഡ്യൂറേഷൻ കാര്യങ്ങളും വെച്ച് ആ ക്ലിപ്പും വെച്ച് നിങ്ങൾക്ക് കോടതി പോകാം. കോടതി സ്റ്റേ ചെയ്യുമ്പോഴും അതൊക്കെ റിലീസിന് ശേഷം. എങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുന്നതാണ് അതൊക്കെ ഇതിൻ്റെ ബാക്കിൽ ഗൂഢാലോചനകളുണ്ട്. ഇത് നമ്മൾ സെൻസർ ഇഷ്യൂസ് കഴിയട്ടെ, അതിന് ശേഷം നിയമ പോരാട്ടത്തിലൂടെ കണ്ടെത്താൻ പറ്റും. നേരത്തെ പറഞ്ഞു സെൻസർ ബോർഡിൻ്റെ ആവശ്യമില്ല, സെൻസറിങ്ങിൻ്റെ ആവശ്യമില്ല. ആ നിലപാട് തന്നെയാണോ ഒരു സംവിധാനം? സെൻസറിങ്ങിൻ്റെ ആവശ്യമില്ല എന്നല്ല പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ സെൻസർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ അങ്ങനത്തെ സിനിമകൾ ഇവിടെ ഇറങ്ങാൻ പാടില്ല. ഇവിടെ നെറ്റ്ഫ്ലിക്സും ആമസോണും ജിയോ ഹോട്ട്സ്റ്റാറും അങ്ങനത്തെ എല്ലാ OTT പ്ലാറ്റ്ഫോമുകളും നോക്കി നിങ്ങൾക്ക് എത്രയും ബ്രുട്ടാലിറ്റി കാണിക്കുന്ന പടങ്ങൾ, മർഡർ കാണിക്കുന്നു, മറ്റേ തെഫ്റ്റുകളും റോബറികളും
അനുദിനം വന്നുകൊണ്ടിരിക്കില്ല. അതിനൊന്നും സെൻസർ പ്രശ്നമില്ലാതെ നമ്മൾ നന്മ പറഞ്ഞത് മാത്രം പ്രശ്നമാവണത് എങ്ങനെ? 10 പേരെ കൊന്ന പ്രശ്നമല്ല. 10 പേരെ കൊന്നു പോകുന്ന നായകൻ ഹീറോ ആണ്. എവിടെയെങ്കിലും നന്മ പറഞ്ഞോ? നിങ്ങൾ ജീവിതം ആസ്വദിച്ച് ജീവിക്കുമെന്ന് പറഞ്ഞ പ്രശ്നമാണ്. വെട്ടും കൊലയും മറ്റേ ബ്രൂട്ടാലിറ്റിയും വയലൻസ് മാത്രം പ്രോത്സാഹിപ്പിക്കേണ്ടി വരുന്ന നിലപാട് സെൻസർ ബോർഡിൻ്റെ അടുത്ത് ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് നന്മ അവർ എതിർക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെൻസർ ബോർഡിന് എന്ത് ആവശ്യകതയുള്ളത്? ഇപ്പം കോടതിയിൽ നിന്നൊരു അനുകൂല തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് റിലീസ് ഉണ്ടാവുമോ? എങ്ങനെയായിരിക്കും നടന്നത്? ഉണ്ടാവും. ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പ്രകാരം ഉണ്ടാവുള്ളൂ. അതിനെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. കോടതി പറയുമ്പോൾ റിലീസ് ചെയ്യും. എന്തായാലും ഹാൽ എന്ന സിനിമ റിലീസിന് മുന്നേ തന്നെ കോടതി കയറിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സിനിമയുടെ സംവിധായകൻ റഫീഖ് വീര പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം. എന്തായാലും ഹൈക്കോടതി ഈ സിനിമ കണ്ട് തുടർ തീരുമാനമെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഷബീർ ഒമർ, മീഡിയ 1 കോഴിക്കോട്.